അഊസുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൻ്റെ യാത്രയിലാണ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആനോടൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുന്നുണ്ട്, ഖുർആനുമായി ബന്ധം പുലർത്തുകയും ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഒരുപാട് പ്രതിഫലമുണ്ട്. അവർ ആദരണീയരും ഉത്തമരുമായ മലക്കുകളുടെ സാന്നിധ്യമുള്ളവരെ പോലെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ പഠിക്കുകയും ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് ആയിഷ ബീവി പറയുന്നത് കേൾക്കാം. അപ്പം നിങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ഉത്തമരായ ആദരണീയരായ മലക്കുകളുടെ സാന്നിധ്യമുള്ള ആളുകളെ പോലെയാണ് എന്നർത്ഥം. കാരണം വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്യുന്നവർ. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടരിലാണ് ക്യൂസ്പോട്ടിലെ വിദ്യാർത്ഥികൾ ഉള്ളത് എന്നത് ഗൗരവപ്പെട്ട ഒരു വർത്തമാനമാണ്. തീർച്ചയായിട്ടും ആ ഗൗരവം നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കണം. നമ്മൾ ഉപമകളെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മുൻപൊക്കെ നമ്മൾ പഠിച്ചതുപോലെ വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെ നമ്മൾ പറയുകയും പഠിക്കുകയും ചെയ്തതുപോലെ അതേപോലെ സാമ്യമായ ഒരു ഉദാഹരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 29-ാമത്തെ ആയത്തിൽ പറയുന്നത്. ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستويان مثلا الحمد لله بل أكثرهم لا يعلمون. ലറബല്ലാഹു മസലൻ, അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നു. റജുലൻ, ഒരു മനുഷ്യൻ്റെ ഉദാഹരണം. ഫീഹി ഷുറക്കാ, അവൻ എന്തുണ്ട്? ധാരാളം പങ്കാളികളുണ്ട്. മുത്തശാക്കിസൂന, പരസ്പരം തന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം കലഹിക്കുന്ന ധാരാളം പങ്കാളികളുണ്ട്. റജുലൻ, ഇനി വേറൊരു മനുഷ്യൻ. സലമൻ, അവൻ എന്താണ്? സമ്പൂർണമായി കീഴൊതുങ്ങിയത് അവനാണ്. ലിറജുലിൻ, വേറെ ഒരു മനുഷ്യന് മാത്രം കീഴൊതുങ്ങിയ ഒരു മനുഷ്യനുമാണ്. ഹൽ യസ്തവിയാനി മസലൻ, ഇവർ രണ്ടുപേരുടെയും ഉദാഹരണങ്ങൾ ഒരുപോലെയാകുമോ? അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതി. ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷെ എന്ത് ചെയ്യാനാണ് അല്ലേ? അധികം ആളുകളും ഇത് മനസ്സിലാക്കുന്നില്ല. വാക്കുകളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. റബ്ബല്ലാഹു മസലൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദാഹരണമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. റജുൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലേ? ഷുറക്ക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? പങ്കാളികൾ എന്നാണ് അല്ലേ? മുശ്രിക്ക്, അങ്ങനെ പങ്കാളിയാക്കുന്നവനെ കുറിച്ച് പറയുക അവൻ മുശ്രിക്കാണ്. അള്ളാഹുവിൽ വേറൊന്നിനെ പങ്കാളിയായി സ്വീകരിക്കുന്നവനെ നമ്മൾ മുശ്രിക്ക് എന്നാണ് പറയുക. മുത്തശാക്കിസൂന, അള്ളാഹുവിനെ കൂടാതെ അല്ലെങ്കിൽ ഒരു ദൈവം മാത്രമല്ല ഉള്ളത്, പല ദൈവങ്ങളെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ. ആ ദൈവങ്ങളുടെ പ്രത്യേകത എന്താണ്? ആ ദൈവങ്ങൾ പരസ്പരം കലഹിക്കുന്നവരാണ്. പരസ്പരം തന്നിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ്. ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ആ മനുഷ്യനും ഒരൊറ്റ ആളിലേക്ക് മാത്രം, ഒരൊറ്റ ആൾ മാത്രം യജമാനനായിട്ടുള്ള വേറൊരു മനുഷ്യനും സമമാകുമോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഹൽ യസ്തവിയാൻ എന്നുള്ള അത് വാക്ക് നിങ്ങൾ കുറേ കേട്ടതാണ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം ധനമുള്ള, സ്വന്തമായി പവറുള്ള, പറയാൻ ശേഷിയുള്ള ഒരു ഉടമ, സ്വതന്ത്രനായ മനുഷ്യനും ഒരു ഉടമയുടെ കീഴിൽ ജീവിക്കുന്ന ഒരു അടിമ. സ്വന്തമായിട്ട് പറയാനുള്ള പെർമിഷൻ ഇല്ല, പണമില്ല, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരമില്ല, പവറില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനും രണ്ട് മനുഷ്യരും തമ്മിൽ സമമാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അത് അള്ളാഹുവിനെ കുറിച്ചും മറ്റു ദൈവങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. കാരണം എല്ലാ പവറും അള്ളാഹുവിനാണ്, എല്ലാ അധികാരവും അള്ളാഹുവിനാണ്. തീരുമാനിക്കാനുള്ള ശേഷി മനുഷ്യരെ സൃഷ്ടിച്ചത്, അവരെ പരിപാലിക്കുന്നതൊക്കെ റബ്ബാണ്. ഇങ്ങനെയുള്ള റബ്ബും ഒന്നിനും ശേഷിയില്ലാത്ത അള്ളാഹുവിൻ്റെ അടിമ മാത്രമായ വേറൊരു ദൈവവും തമ്മിൽ സമമാവുക എന്നതാണ് അന്ന് നമ്മൾ ചോദിച്ചത് അല്ലെ? വേറൊരു സൂറത്തിൽ ഏതാണ് ആയത്ത് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നാൽ അള്ളാഹു ഇവിടെ പറയുന്നത് വേറെ രണ്ട് മനുഷ്യരെ കുറിച്ചാണ്. അതിലൊരു മനുഷ്യന് ധാരാളം ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾ എന്ത് ചെയ്യും?
നിരന്തരമായിട്ട് ഈ മനുഷ്യനെ അവരിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർ പരസ്പരം കലഹിക്കുന്നുണ്ട്. വേറൊരു മനുഷ്യനോ, അവൻ ഒരു ഉടമയുടെ കീഴിൽ മാത്രം, ആ ഉടമ പറയുന്നത് മാത്രം കേട്ടാൽ മതി, ആ ഉടമ പറയുന്നത് മാത്രം കേട്ട് തൻ്റെ ജോലി നിർവഹിച്ചാൽ മതി. ഇവർ രണ്ടുപേരും ഒരുപോലെയാകുമോ? നമ്മൾ വെറുതെ ഒന്നിങ്ങനെ ചിന്തിച്ചു നോക്കാം. ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ സെയിം പൊസിഷനിൽ തന്നെ കുറേ ലീഡേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അവർക്ക് തീരുമാനമെടുക്കാൻ പവറുണ്ട്, അവർക്ക് ആളെ പിരിച്ചുവിടാൻ പറ്റും, ആളെ നിയമിക്കാൻ പറ്റും. ഇങ്ങനൊരു ഓഫീസ് സംവിധാനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 4 പ്രിൻസിപ്പളുള്ള ഒരു സ്കൂള് എങ്ങനെ ഉണ്ടാകും? കാരണം ഒരു പ്രിൻസിപ്പൾ പറയും ഇന്ന ടീച്ചറാണ് പറ്റുക, ആ ടീച്ചറിന് എടുക്കും. വേറൊരു ടീച്ചറെ പറ്റൂല എന്ന് പറയാം, ആ ടീച്ചറെ പിരിച്ചുവിടും. വേറൊരു പ്രിൻസിപ്പൽ നിയമിച്ച ടീച്ചറിനെ മറ്റേ പ്രിൻസിപ്പൽ പിരിച്ചുവിടും. ഇങ്ങനെ കുറച്ചു കാലം മാത്രമേ മുമ്പോട്ട് പോകൂ. കാരണം എന്താണ്? ഒരേ പവറുള്ള വ്യത്യസ്തങ്ങളായ ആളുകളുണ്ട്. അപ്പം നടക്കൂല. ഒരൊറ്റ റബ്ബിന് മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ ശേഷിയുള്ളത്. ഇവിടെ ഞങ്ങൾ ടീൻസാണല്ലോ അല്ലേ? നിങ്ങളുടെ വായനയിലും ചിന്തയിലൊക്കെ കുറച്ചധികം ഒരു റിസർച്ച് മെൻറ്റാലിറ്റിയിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം ഉദാഹരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. കാരണം സലമൻ എന്നാ പറഞ്ഞത്, സകലതും ഉടമയിലേക്ക് സമർപ്പിച്ചവൻ, മുസ്ലിം എന്നർത്ഥം അല്ല, സലമ എന്നതിൽ നിന്നാണ് മുസ്ലിം എന്ന പദം വന്നത്. എന്നാൽ സകലതും അർപ്പിച്ച ഒരു മനുഷ്യൻ, ഒരു ശക്തിക്ക് വേണ്ടി മാത്രം. ആ മനുഷ്യന് ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് ഏതാണ് ഹറാം, ഏതാണ് ഹലാൽ, കൃത്യമാണത്. അള്ളാഹു പറഞ്ഞതാണ് ഹറാം, അല്ല അള്ളാഹു പറഞ്ഞതാണ് ഹലാൽ. നിങ്ങളെങ്ങനെ ധനം സമ്പാദിക്കണം, എങ്ങനെ ചിലവഴിക്കണം. നിങ്ങൾ ശവം ഭക്ഷിക്കരുത്, പന്നിയുടെ മാംസവും ഭക്ഷിക്കരുത്, ബാക്കിയുള്ളത് ഭക്ഷിക്കാം. ക്ലിയറാണ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആണത്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്, ആരുമായിട്ടാണ് ജീവിക്കേണ്ടത്, കൃത്യമാണ്. നിങ്ങളെ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ വല്ലാതെ കൺഫ്യൂഷനുള്ള ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ട് ജീവിക്കേണ്ടെന്ന ഒന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ സംസാരിക്കുക, കളവ് പറയരുത്. നിങ്ങൾ സംസാരിക്കുക, പരദൂഷണം പറയരുത്. നിങ്ങൾ സംസാരിക്കുക, തർക്കത്തിൽ ഏർപ്പെടരുത്, തെറി വിളിക്കരുത് അല്ലേ? സംസാരത്തിൽ മാന്യത പുലർത്തുക. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ എടുക്കേണ്ടുന്ന നിലപാടുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ നിയമം. അതിൽ കൺഫ്യൂഷനില്ല. ഇനിയോ വേറെ ചില ആളുകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. കേരളത്തിൽ ഈ അടുത്ത് ഒരു പുതിയൊരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ വളരെ ഫേമസ് ആയി. പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് വായിക്കണം. അതിലൊന്ന് നരമുണ്ടോ ഖേല എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്, നരമുണ്ടോ ഖേല. വേറൊരു പുസ്തകം തലൈക്കൂത്തൽ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ഇത് രണ്ടും ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത ഗ്രാമങ്ങളിൽ ഇന്നും ആചരിച്ചു വരുന്ന 2 ആചാരത്തെ അദ്ദേഹത്തെ സൂചിപ്പിക്കുകയാണ്. അതിൽ തലൈക്കൂത്തൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ ഇന്നും ഉണ്ടെന്നാണ്. നിയമപരമായിട്ടതില്ല, പക്ഷേ ചില ഗ്രാമങ്ങളിൽ അതുണ്ട്. എന്താണ് തലൈക്കൂത്തൽ? ആ സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നത്, അത് വൃദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിൽ, അവർ പാടെ അവശരായിട്ടുണ്ടെങ്കിൽ അവരുടെ തലവഴി വെള്ളമൊഴിച്ച് കൊല്ലുവാനുള്ള ഒരു ആചാരമാണത്. തലവഴി വെള്ളമൊഴിച്ച് എന്ത് ചെയ്യും? കൊന്നുകളയും. എന്ന് പറഞ്ഞാൽ മേഴ്സിക്കലി അവരോട് ദയ കാണിച്ചുകൊണ്ട് അവരെ കൊല്ലുക. എന്നാലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് സ്വർഗം നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് കഷ്ടമാണത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പം മേഴ്സി കില്ലിംഗ് എന്ന പേരിൽ തലൈക്കൂത്തൽ എന്ന് പറയുന്ന ആചാരം വ്യാപകമായി നടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോഴേ ആരാണ് ഈ ആചാരം ഉണ്ടാക്കിയത്? പലരും ഉണ്ടാവും, പലരും അതിൽ കൂട്ടിച്ചേർക്കും, പലതും അതിനെക്കുറിച്ച് പറയും. ചില ആളുകൾ അതിനെ എതിർക്കും, ചില ആളുകൾ അതിൽ വേറെ കുറേ ആചാരങ്ങൾ കൊണ്ടുവരും. അതിൽ നരമുണ്ടോ ഖേല എന്ന് പറയുന്നത് കേരളത്തിൽ വിഷു ആഘോഷിച്ച സമയത്തൊക്കെ ബംഗാളിലെ ചില പ്രദേശങ്ങളിൽ ആഘോഷിച്ച ഒരു ആഘോഷമാണ് അത്ര. എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് അവരാചരിച്ച് വരുന്ന ഒന്ന്. അതിനെക്കുറിച്ച് പറയുന്നത് ശവപ്പറമ്പിലെ കുഴിമാടത്തിൽ നിന്നും ഏകദേശം 15 ദിവസമായിട്ട് മരിച്ച കുട്ടികളുടെ മൃതദേഹമാണ് ധാരാളമായിട്ട് എടുക്കുക. ആ മൃതദേഹം എടുത്തിട്ട് തലയിൽ വെച്ച് ഡാൻസ് ചെയ്യുന്ന, അതിൻ്റെ തലയോട്ടി വേർപെടുത്തി ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അതിനെ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക,
എത്ര അസ്വസ്ഥകരമായിട്ടാണ്, നമുക്ക് വിശ്വസിക്കാൻ പോലും ചിലപ്പോൾ പറ്റൂല. എന്നിട്ട് അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ ജനത പറയുന്ന മറുപടി, ഏത് സമൂഹത്തിലാണ് മരിച്ചവർക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ? ഞങ്ങളുടെ മരിച്ചവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത്. കാരണം എന്താ, ഞങ്ങളുടെ ആഘോഷങ്ങളിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ തലയോട്ടി വെച്ച് ഡാൻസ് ചെയ്യുക, ആ മൃതശരീരം കുഴിയിൽ നിന്നും തോണ്ടിയെടുക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ ശവശരീരത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ആ തലയോട്ടി കൊണ്ട് ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ആചാരം നടക്കുന്ന, വിശ്വാസം നടക്കുന്ന, വിശ്വാസത്തിൻ്റെ പേരിലാണത്, ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണത്. ഒരുപാട് അതിൻ്റെ ആളുകൾ, വ്യത്യസ്തങ്ങളായ ആളുകൾ ഉണ്ടാകും അല്ലേ, പിന്നെ അവരെ നയിക്കുന്ന വലിയ വലിയ ഗുരുക്കന്മാരുണ്ടാകും, അല്ലെങ്കിൽ വലിയ വലിയ ആചാര്യന്മാരുണ്ടാകും. അവർ പറയുന്നതാണിത്, ഇങ്ങനെ ചെയ്യണം, എന്നാൽ ദേവൻ പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ ദേവന് തൃപ്തിയാകും, ദേവിക്ക് തൃപ്തിയാകും, ആ കുലദൈവങ്ങൾക്ക് തൃപ്തിയാകും, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കാലങ്ങളായിട്ട് ചെയ്യുന്നത്. നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. കുറച്ച് ആളുകളിങ്ങനെ വെറും മണ്ണിലിങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ട് അതിൻ്റെ മുകളിലൂടെ എന്താണ്, കുറേ ഗോക്കൾ, പശുക്കൾ എന്ത് ചെയ്യുന്നു, അവരെ ചവിട്ടിയിട്ട് അപ്പുറത്തേക്ക് പോകുന്നു. എന്ന് പറഞ്ഞാൽ ചവിട്ടേറ്റാൽ പാപം പൊറുക്കപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആയത്തിനെ പരിശോധിച്ച് നോക്കുമ്പോൾ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ എത്ര എത്ര അനാചാരങ്ങളും അവിശ്വാസങ്ങളല്ലേ, വിശ്വാസങ്ങളുമാണ് നടക്കുന്നത് എന്നത് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദമാക്കി തന്ന ഈ ആയത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഒരൊറ്റ റബ്ബിനെ നാഥനായി സ്വീകരിക്കുകയും, റബ്ബ് പറയുന്ന, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്നും, വൃത്തി ഈമാനിൻ്റെ പകുതിയാണെന്നും അല്ലേ, വൃത്തി എല്ലാ വിഷയത്തിലും വൃത്തി നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നും, ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും മൈന്യൂട്ടെന്ന് നമ്മൾ കരുതുന്ന കാര്യത്തിൽ പോലും കൃത്യമായിട്ട് നിലപാട് പറയുന്ന ഒരു യജമാനനെ അനുസരിക്കുന്ന ജനതയും, ഒരുപാട് ദൈവങ്ങളും ഒരുപാട് ആളുകളും കൂട്ടിച്ചേർക്കുകയും പറയുകയും അല്ലേ, ആളുകൾക്കനുസരിച്ച് ആ നിയമങ്ങളൊക്കെ മാറി മാറി വരും. ഇന്നതുകൂടി ചെയ്യണം, ഇന്നതുകൂടി ചെയ്യണം എന്നൊക്കെ ആളുകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ എന്നോട് ഇന്ന് ദൈവം പറഞ്ഞു, ഞാൻ പിന്നെ എൻ്റെ അമ്മമ്മ ഇതിങ്ങനെ അമ്മൂമ്മ അത് പറഞ്ഞിരുന്നു എന്നൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ വ്യത്യസ്ത ദൈവങ്ങൾ ആ മനുഷ്യനെ പിടിച്ചു വലിക്കുന്ന, പരസ്പരം കലഹിക്കുന്ന, കുറേ യജമാനന്മാരുള്ള ഒരു യജമാനൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതവും തമ്മിൽ തുല്യമാകുമോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ചില ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന സംഗതികളെ കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തീർച്ചയായിട്ടും ഈ ആയത്ത് എന്തേകം ഒന്നുകൂടി ഒന്ന് വായിക്കുക. അതിൻ്റെ വാക്കുകൾ വളരെ സിമ്പിളാണ്. നമ്മൾ പല ആയത്തുകളിലും പഠിച്ച് പരിചിതമായ വാക്കുകൾ തന്നെയാണ്. മുത്തശാക്കിസൂന എന്ന് മാത്രമായിരിക്കും നമ്മൾ കാണാത്തത്. ഇൻഷാ അല്ലാഹ്. അപ്പം എന്ത് ചെയ്യുക, ഹൽ യസ്തവി, ഇസ്തവ യസ്തവി, എന്താണ് സമമാകുമോ എന്ന ചോദ്യം. ലറബല്ലാഹ് മസലൻ, നിങ്ങൾ ഒരിക്കലും ഇനി മറക്കരുത്. ലറബല്ലാഹ് മസലൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിരിക്കണം. അള്ളാഹു ഒരു ഉപമ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അല്ലേ. ഷുറക്ക എന്ന് പറഞ്ഞാൽ പങ്കാളികളെ ചേർത്തിരിക്കുന്ന, അതിൽ നിന്നാണ് മുശ്രിക്കുണ്ടായത്. മറ്റേത് സലമൻ ലിറജുലിൻ, വേറൊരു മനുഷ്യനെ സമ്പൂർണ്ണമായി കീഴടങ്ങി, അതിൽ നിന്നാണ് മുസ്ലിം ഉണ്ടായത്. അപ്പോൾ സമ്പൂർണ്ണമായിട്ട് ഒരു യജമാനന് മാത്രം കീഴ്വണങ്ങുന്നവൻ മുസ്ലിമും, ഒരേ സമയത്ത് പല ദൈവങ്ങളെ സ്വീകരിക്കുന്ന ആൾ മുശ്രിക്കുമാണ് എന്നർത്ഥം. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ഇതിനെ ഡീപ്പായിട്ട് പഠിക്കുക, കുറേ ആവർത്തി വായിക്കുക. നമുക്ക് ചുറ്റും തന്നെ നടക്കുന്ന വ്യത്യസ്ത ദൈവങ്ങളെക്കുറിച്ച്, ആൾ ദൈവങ്ങളെക്കുറിച്ച്, വ്യത്യസ്തങ്ങളായ ആളുകൾ പറയുന്നതിനനുസരിച്ച് അതിനെ ജീവിതത്തിൽ പുലർത്തുന്നവരെ കുറിച്ചൊക്കെ അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇങ്ങനെ കണ്ണു തുറന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്, റബ്ബിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഒരു അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.